വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഫോറസ്റ്റ് ഡ്രൈവർ എന്നീ പരീക്ഷകളുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇതിലെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ ജനറൽ PSC ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് 10th പ്രിലിംസ്, 10th മെയിൻസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI മെയിൻസ് പോലെയുള്ള എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവരും കൂടി ആദ്യത്തെ 50 ചോദ്യങ്ങൾ പഠിക്കുക. ബാക്കി 50 ചോദ്യങ്ങൾ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അത് നാളെ എക്സാം ഉള്ളവർ മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC ഒക്ടോബറിൽ നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. സെപ്റ്റംബർ 10-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ, 100 രൂപ മാത്രം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരെ? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയിലെ ബിസ്മാർക്ക് സർദാർ വല്ലഭായി പട്ടേൽ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്ത്? ഓപ്ഷൻ ബി അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം അയ്യപ്പൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 ആചരിച്ചത്? ഓപ്ഷൻ എ 100. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 അത് ഓർത്ത് വെച്ചോണേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? ഓപ്ഷൻ ബി 12. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ. SNDP രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ ഡി 1903. SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഹരിയാന. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏത്? ഓപ്ഷൻ എ ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ്. കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ സി ഇടുക്കി. ബൈജൂസ് ലേണിംഗ് ആപ്പിൻ്റെ കേരള ബ്രാൻഡ് അംബാസിഡർ ആര്? ഓപ്ഷൻ ഡി മോഹൻലാൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി? ഓപ്ഷൻ എ കൈത്താങ് പദ്ധതി. 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? ഓപ്ഷൻ ബി 150. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ത്? ഓപ്ഷൻ സി എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1925. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രി ആയിരുന്നത് ആര്? ഓപ്ഷൻ സി ചരൺ സിംഗ്. ത്രിപുരയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ സി അഗർത്തല. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വൈക്കം മുഹമ്മദ് ബഷീർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം?
ഓപ്ഷൻ ബി 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 2018 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി ജയസൂര്യ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചതാര്? ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണമേത്? ഓപ്ഷൻ ഡി ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ബി അശ്വഘോഷൻ. ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാര്? ഓപ്ഷൻ സി ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ രാജഗൃഹം. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആര്? ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ മീററ്റ്. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാര്? ഓപ്ഷൻ സി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. 2018 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി? ഓപ്ഷൻ ബി കെ ശിവ റെഡ്ഡി. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായി. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത് ലാലാ ലജ്പത് റായി. പ്രസിദ്ധമായ പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി വയനാട്. പക്ഷിപ്പാതാളം വയനാട് ജില്ലയിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ നശിച്ച നോത്രാദാം പള്ളി ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഫ്രാൻസ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി ആർ അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാര്? ഓപ്ഷൻ ഡി എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥൻ. മൂലധനം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ ഡി കാൾ മാർക്സ്. മൂലധനം എന്ന കൃതി രചിച്ചത് കാൾ മാർക്സ്. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ചത് വൈകുണ്ഠ സ്വാമികൾ. മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി അമേരിക്ക. മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അമേരിക്ക. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ മൗണ്ട് K2. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ ബി യമുന. താജ്മഹൽ യമുന നദിയുടെ തീരത്താണ്. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ ഡി ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ബാരോമീറ്റർ. പഴയ എക്കൽ മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഭംഗർ. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഭംഗർ എന്ന പേരിലാണ്. പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്ന പേരിലാണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്ന പേരിലാണ്. മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ഓപ്ഷൻ എ ബ്രാഹ്മണർ. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി വിദ്യാഭ്യാസം.
ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഇതങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, ഒന്ന് നോട്ട് ചെയ്തോളൂ. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഔറംഗസീബ്. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഔറംഗസീബ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതെപ്പോൾ? പഴയ എക്കൽ മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഭംഗർ. പഴയ എക്കൽ മണ്ണ് ഭംഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്ന പേരിലാണ്. അതും കൂടെ ഓർത്തു വെക്കുക. പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്ന പേരിലാണ്. മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ഓപ്ഷൻ എ ബ്രാഹ്മണർ. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. ഈ ചോദ്യം അങ്ങനെ മുൻപ് കേട്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്, അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? വിദ്യാഭ്യാസത്തെക്കുറിച്ച്. മണ്ഡൂക ശ്ലോകം വിദ്യാഭ്യാസം. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഔറംഗസീബ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതെപ്പോൾ? ഓപ്ഷൻ എ 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാകാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്നൊഴിഞ്ഞു മാറി വാഹനം ഓടിക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഡിഫൻസീവ് ഡ്രൈവിംഗ്. റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയാത്ത സ്ഥാനത്തെ പറയുന്നത് ഓപ്ഷൻ എ ബ്ലൈൻഡ് സ്പോട്ട്. ഈ 51 52 ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ്, ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാകാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്നൊഴിഞ്ഞു മാറി വാഹനം ഓടിക്കുന്ന രീതിയാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ്. റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയാത്ത സ്ഥാനത്തെ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട്. ഡ്രൈവർ റോഡിലെ ഏതെങ്കിലും ഒരു അപകട സാധ്യതയെ കണ്ട് ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് തൻ്റെ കാൽ ബ്രേക്ക് പെഡലിൽ വെച്ച് ചവിട്ടാൻ തുടങ്ങുന്നത് വരെ വാഹനം ഓടിയ ദൂരമാണ് ഓപ്ഷൻ ബി റിയാക്ഷൻ ഡിസ്റ്റൻസ്. വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂവെങ്കിലും താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുവാൻ അനുവാദമുണ്ട്. എപ്പോൾ? ഓപ്ഷൻ എ മുന്നിലെ വാഹനം വലത്തേക്ക് തിരിയുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് റോഡിൻ്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ. സാങ്കേതിക തകരാറുള്ള വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ. വാഹനങ്ങൾ തമ്മിൽ ഡാഷിൽ കൂടുതൽ അകലം ഉണ്ടാകരുത്. ഓപ്ഷൻ ബി 5 മീറ്റർ. ഇതും മുൻപ് പഠിച്ചതാണ്, നോക്കി വെച്ചോണം കേട്ടോ. സാങ്കേതിക തകരാറുള്ള വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ ഡാഷിൽ കൂടുതൽ അകലം ഉണ്ടാകരുത്. ഓപ്ഷൻ ബി 5 മീറ്റർ. ഓരോ തരം വാഹനത്തിനും വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പരമാവധി വേഗതയിൽ കൂടുതലായി ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല. ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം ഡാഷാണ്. ഓപ്ഷൻ എ സെക്ഷൻ 112. ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം സെക്ഷൻ 112 ആണ്. ട്രാഫിക് സിഗ്നലോ സ്റ്റോപ്പോ സൈനോ ഉള്ള ജംഗ്ഷനുകളിലും പെഡസ്ട്രിയൽ ക്രോസുകളിലും വാഹനങ്ങൾ നിർത്തിയിടേണ്ട പരിധിയാണ് ഓപ്ഷൻ ഡി സ്റ്റോപ്പ് ലൈൻ. ട്രാഫിക് സൈനുകളെ പ്രധാനമായും ഡാഷായി തരംതിരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി 3 ട്രാഫിക് സൈനുകളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. ഈ റോഡ് സൈൻ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഉയർന്ന പരിധി. ഈ റോഡ് സൈൻ സൂചിപ്പിക്കുന്നത് ഉയർന്ന പരിധിയാണ്. അമിത വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര തിരിച്ചാലും അതിനനുസരിച്ച് വാഹനം തിരിയാതെ ദിശ മാറിപ്പോകുന്ന അവസ്ഥയാണ് ഓപ്ഷൻ ബി അണ്ടർ സ്റ്റിയറിംഗ്. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 185 എന്തിനെപ്പറ്റി ആണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി മദ്യപിച്ച് വാഹനം ഓടിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടായിരുന്നേ, പ്രത്യേകം നോട്ട് ചെയ്തോണം.
മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 185 പ്രതിപാദിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുക. വകുപ്പ് 185 മദ്യപിച്ച് വാഹനം ഓടിക്കുക. 50 വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് ഡാഷ് വർഷത്തേക്കാണ്. ഓപ്ഷൻ ബി 5 വർഷം. റോഡിലെ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഇടത്തേക്ക് സൈഡ് റോഡ്. റോഡിലെ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത്തേക്ക് സൈഡ് റോഡ്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച ലൈറ്റുകൾ പ്രകാശിച്ചാൽ ഓപ്ഷൻ ബി വാഹനം മുന്നോട്ട് പോകാം. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച ലൈറ്റുകൾ പ്രകാശിച്ചാൽ ഓപ്ഷൻ ബി വാഹനം മുന്നോട്ട് പോകാം. ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഈ റോഡിൻ്റെ ഡാഷ്. ഓപ്ഷൻ എ ഡിസൈൻ സ്പീഡ്. ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഡിസൈൻ സ്പീഡ്. സാധാരണമായി ഒരു എഞ്ചിനിലെ ഇൻലെൻഡ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് ഓപ്ഷൻ എ വലുതായിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്യാംഷാഫ്റ്റ് കറങ്ങുന്നത് ക്രങ്ക് ഷാഫ്റ്റിൻ്റെ ഡാഷ് വേഗതയിലാണ്. ഓപ്ഷൻ ബി പകുതി. താഴെ പറയുന്നതിൽ ഏതുപയോഗിച്ചാണ് സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത്? ഓപ്ഷൻ സി സ്ക്രേപ്പർ. സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള ദൂരമാണ് ഓപ്ഷൻ ബി സ്ട്രോക്ക്. സാധാരണമായി ഒരു 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയർ റിംഗ് ഓർഡർ ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ സി 1 3 4 2. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക ചോദ്യപേപ്പറിലും ഉണ്ടായിരുന്നു. സാധാരണയായി ഒരു 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയർ റിംഗ് ഓർഡർ ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ സി 1 3 4 2. വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിൻ്റെ പ്രതിരോധം ഡാഷിനെ ആശ്രയിച്ചിരിക്കും. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. കാറ്റിൻ്റെ വേഗത, വാഹനത്തിൻ്റെ രൂപവും വലുപ്പവും, വാഹനത്തിൻ്റെ വേഗത. എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് ഡാഷ് വഴിയാണ്. ഓപ്ഷൻ സി കൂളിംഗ് ഫിൻസ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. വാഹനത്തിലെ എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്ററിൽ കൂടിയുള്ള വായുപ്രവാഹം കൂട്ടാൻ ഡാഷ് സഹായിക്കുന്നു. ഓപ്ഷൻ ബി റേഡിയേറ്റർ ഫാൻ. എൻജിനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ ഡാഷ് സഹായിക്കുന്നു. ഓപ്ഷൻ ഡി തെർമോസ്റ്റാറ്റ് വാൽവ്. വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി ഡാഷ് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത്. ഓപ്ഷൻ ബി SAE. എൻജിൻ ഓയിൽ ഫിൽറ്ററായി കൂടുതലായും ഡാഷ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ കാർട്രിഡ്ജ് ടൈപ്പ്. എൻജിൻ ഓയിൽ ഫിൽറ്ററായി കൂടുതലായും കാർട്രിഡ്ജ് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത്. എൻജിനിലെ ഓയിലിൻ്റെ അളവ് ഡാഷ് നോക്കി മനസ്സിലാക്കാം. ഓപ്ഷൻ സി ഡിപ്സ്റ്റിക്ക്. ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പ്രധാന ധർമ്മം. ഓപ്ഷൻ ഡി തേയ്മാനം കുറയ്ക്കുക. ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പ്രധാന ധർമ്മം തേയ്മാനം കുറയ്ക്കുക. കാർബറേറ്റിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത്. ഓപ്ഷൻ ബി ശരിയായ അളവിൽ ഇന്ധനവായു മിശ്രണം നടക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ ഡാഷ് സഹായിക്കുന്നു. ഓപ്ഷൻ എ സൂപ്പർ ചാർജറുകൾ. പൊടി കയറി അടഞ്ഞുപോയ എയർ ക്ലീനർ മൂലം ഉണ്ടാകാവുന്ന പ്രധാന തകരാറ്. ഓപ്ഷൻ ബി ഇന്ധന ഉപയോഗം കൂടും. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡാഷ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ഗ്ലോ പ്ലഗ്. ഇന്ധനം ചെറുകണികകളായി മാറ്റപ്പെടുന്നത് ഡാഷിൽ വെച്ചാണ്. ഓപ്ഷൻ എ ഇഞ്ചക്ടർ. എൻജിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് ഡാഷ് എത്തിക്കുന്നു. ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂട്ടർ. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ സി 0.6 mm to 1 mm. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ സി 0.6 mm to 1 mm. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സെല്ലുകളുടെ ചാർജ് നില ഡാഷ് ഉപയോഗിച്ച് പരിശോധിക്കാം. ഓപ്ഷൻ സി ഹൈഡ്രോമീറ്റർ. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് അളവ് കുറവാണെന്ന് കണ്ടാൽ ഡാഷ് ഒഴിച്ചു കൊടുക്കണം. ഓപ്ഷൻ ഡി ഡിസ്റ്റിൽഡ് വാട്ടർ. എഞ്ചിൻ്റെ തിരിവ് ബലത്തെ വാഹനത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ് ടോർക്ക് അനുപാതങ്ങളിൽ ഡാഷ് വീലുകളിൽ എത്തിക്കുന്നു. ഓപ്ഷൻ സി ഗിയർ ബോക്സ്. വാഹനത്തിലെ ആൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന AC യെ ഡാഷിൽ കൂടി കടത്തിവിട്ട് DC ആക്കി മാറ്റുന്നു.
ഓപ്ഷൻ സി ഡയോഡ്. വാഹനത്തിലെ ഓൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന എ സിയെ ഡയോഡിൽ കൂടി കടത്തിവിട്ട് ഡി സി ആക്കി മാറ്റുന്നു. എൻജിൻ സ്റ്റാർട്ടിംഗ് മോട്ടോറുകൾ ഡാഷിനെയാണ് തിരിക്കുന്നത്. ഓപ്ഷൻ സി ഫ്ലൈ വീൽ. ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ചലിക്കാതിരിക്കാൻ. ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ചലിക്കാതിരിക്കാൻ. മുകളിൽ നിന്നും വീക്ഷിക്കുന്ന അവസരത്തിൽ വാഹനത്തിന്റെ മുൻ വീലുകളുടെ മുൻ അഗ്രങ്ങൾ പുറകിലെ അഗ്രങ്ങളെക്കാൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ടോ ഔട്ട്. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഡാഷ് വീലുകളിൽ എത്തിക്കുന്നു. ഓപ്ഷൻ ബി സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ഡാഷ് സഹായിക്കുന്നു. ഓപ്ഷൻ എ യൂണിവേഴ്സൽ ജോയിന്റ്. വാഹനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ടയറുകളുടെ വ്യത്യസ്ത തേയ്മാനം ഏകീകരിക്കുവാൻ ഡാഷ് ചെയ്യണം. ഓപ്ഷൻ സി ടയർ റൊട്ടേഷൻ നടത്തണം. ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ എവിടെയാണ് ഉപയോഗത്തിൽ വരുന്നത്? ഓപ്ഷൻ എ എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ. അമിതമായി കാറ്റ് നിറച്ച ടയറിന്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം? ഓപ്ഷൻ ബി മധ്യഭാഗം. ഓയിൽ ഫിൽറ്ററിന്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ സി ഓയിൽ ഫിൽറ്റർ അടയുമ്പോൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെട്രോൾ എഞ്ചിനുകൾ സാധാരണമായി ഡാഷ് എന്നും അറിയപ്പെടും. ഓപ്ഷൻ എ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ SI. പെട്രോൾ എഞ്ചിനുകൾ സാധാരണമായി ഡാഷ് എന്നും അറിയപ്പെടും. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ SI. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്